ഗുരുബാബയെ അന്ത്യശരണമടയുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറാൻ ഭക്തർക്ക് ചില അനുഷ്ഠാനങ്ങൾ എടുക്കാൻ സ്വാമി പറയും. അതിനോടൊപ്പം ചിലർക്ക് സങ്കടമോചനം ഫലകം എഴുതാനും പറയാറുണ്ട്. നമ്മുടെ സങ്കടം മാറാൻ യാതൊരു പണച്ചിലവില്ലാത്ത ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കാം. സങ്കടമോചനം ഫലകം തയ്യാറാക്കാൻ ആര്യവേപ്പ്, കൂവളം, അരയാൽ, തുളസി, പേരാൽ, മാവ് ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഇലകളിൽ നീലമഷിപ്പേന കൊണ്ട് എഴുതി സങ്കടമോചൻ ഫലകം തയ്യാറാക്കാം. ഇവയിൽ ആദ്യം പറഞ്ഞതിൻ്റെ ഇലകൾ കൂടുതൽ ഫലപ്രദമാണ്. ഫലകം തയ്യാറാക്കുന്നതിന് മേൽപ്പറഞ്ഞവയിൽ ഏതെങ്കിലും ഒരു ഇനത്തിൻ്റെ ഇലകൾ എടുക്കണം. ഇലകൾ കഴുകി തുടച്ച ശേഷം ഇലയുടെ നല്ല വശത്ത് പേര്, നക്ഷത്രം, വയസ്സ് ഇവ എഴുതണം. മറുവശത്ത് നമ്മുടെ സങ്കടം ചുരുക്കി എഴുതണം. ഇത് ബ്രഹ്മമുഹൂർത്തത്തിലോ ഗുളികകാലത്തോ എഴുതണം. ഫലകം എഴുതാൻ ഉപയോഗിക്കുന്ന ഇലകൾ തുളകൾ ഇല്ലാത്തതും പിരിച്ചിലും കരിച്ചിലും പുള്ളിക്കുത്തുകൾ ഇല്ലാത്തതും വാടി തളരാത്തതുമായ ഇലകളാണ് വേണ്ടത്. ഇങ്ങനെ തയ്യാറാക്കിയ ഓരോ ഫലകത്തെയും ഒരു അതിഥിയെ പോലെ കണക്കാക്കി ശുദ്ധിയോടെയും ഭക്തിയോടെയും ആദരവോടെയും സൂക്ഷിക്കണം. ഫലകം ബുക്കിനിടയിൽ വച്ചോ വായുസഞ്ചാരമുള്ളിടത്ത് നിരത്തി വച്ചോ പൂപ്പൽ വരാതെയും അഴുകാതെയും ചീയാതെയും സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു ശകലം നെയ്യ് തൂകി ഉണക്കി സൂക്ഷിക്കാം. ഈ ഫലകം ആശ്രമത്തിൽ വരുമ്പോൾ സമർപ്പിക്കണം. നമ്മൾ സങ്കടമോചനം വരുമ്പോൾ സമർപ്പിച്ചാലും മതി. ഗുരുബാബ അഗ്നിയാഗം ചെയ്യുമ്പോൾ സങ്കടമോചൻ ഫലകം ഹോമകുണ്ഡത്തിൽ സമർപ്പിക്കും. ഫലകം എരിഞ്ഞു തീരുന്നതോടെ നമ്മുടെ സങ്കടവും എരിഞ്ഞു തീരും. ഇനി ഓരോ ഇലകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. രോഗികൾക്കാണെങ്കിൽ തുളസി, കൂവളം, പേരാൽ ഇവയാണ് ഉത്തമം. ശാന്തിക്കും ശത്രുസംഹാരത്തിനും ഋണവിമോചനം അതായത് കടം മാറാൻ ആര്യവേപ്പ്, അരയാൽ ഇവയുടെ ഇലയാണ് കൂടുതൽ നല്ലത്. ഐശ്വര്യത്തിനും സൗഭാഗ്യത്തിനും വിദ്യാവിജയത്തിനും തുളസി, കൂവളം, അരയാൽ ഇവ ഉപയോഗിക്കാം. സന്താന സൽഗതിക്കും സൽസന്താന ലബ്ധിക്കും തുളസി, കൂവളം ഇവ ഉപയോഗിക്കാം. മാംഗല്യ ലബ്ധിക്കും മാംഗല്യ വിഘ്ന നിവാരണത്തിനും സന്തുഷ്ട ദാമ്പത്യത്തിനും അരയാലും കൂവളവും ഉപയോഗിക്കാം. എന്നാൽ ഏതുവിധ ആശകൾക്കും ആവശ്യങ്ങൾക്കും ഇവയിൽ ഏത് ഇലകളും ഉപയോഗിക്കാം. അതുപോലെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്നീ ത്രികാലങ്ങളുടെയും ദോഷമുക്തിക്ക് ത്രികാല സങ്കടമോചൻ ഫലകം ഉപകരിക്കും. ഇതിന് ഏതെങ്കിലും ഒരു ഇനത്തിൻ്റെ ഇലകൾ 3 എണ്ണം വീതം എടുത്ത്, അതായത് അരയാലിൽ എടുക്കണമെങ്കിൽ അതുപോലത്തെ 3 എണ്ണം എടുക്കുക. അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ഇല 3 എണ്ണം എടുക്കുക. അങ്ങനെ എടുത്തിട്ട് ഒരേ ദിവസം തന്നെ 3 വ്യത്യസ്ത മുഹൂർത്തങ്ങളിൽ ആയിട്ടാണ് എഴുതേണ്ടത്. ഇത് പ്രത്യേക നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഗുരുബാബയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെച്ച് ഫലകം എഴുതിയാൽ അത്രയും നല്ലതാണ്. വഴിപാടുകൾ ചെയ്ത് നമ്മൾ എത്ര കാശ് കളയുന്നു. ഇതൊന്ന് ചെയ്തു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഒപ്പം സങ്കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ആരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ വന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ.